ഒരു കാലത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്നഭൂമിയായിരുന്നു കാനഡ. ഇപ്പോൾ വിസ അപേക്ഷകളിൽ കടുപ്പമേറിയ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നതാണ്. പഠനത്തിനും കുടിയേറ്റത്തിനും ഒരുപോലെ സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്ന ആ രാജ്യം ഇന്ന് ഭൂരിഭാഗം അപേക്ഷകളും നിഷേധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയെ, ആഗോള വിദ്യാഭ്യാസ ഭൂമികയെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കാനഡയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൂടെയുള്ള കുടിയേറ്റത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു സുവർണ കാലഘട്ടം കാണാൻ സാധിക്കും. മികച്ച വിദ്യാഭ്യാസ നിലവാരം, പഠനാനന്തര ജോലി ചെയ്യാനുള്ള സൗകര്യം, പിന്നീട് പെർമനന്റ് റെസിഡൻസി നേടാനുള്ള താരതമ്യേന എളുപ്പവഴികൾ എന്നിവ കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡ ഒരു പറുദീസയായിരുന്നു. പഞ്ചാബ്, ഗുജറാത്ത്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും കനേഡിയൻ കോളേജുകളെ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ ചരിത്രം മാറിമറിയുകയാണ്. കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ 74% നിരസിക്കപ്പെട്ടിരിക്കുന്നു. അത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. 2023 ഏകദേശം 20,900 അപേക്ഷകരുണ്ടായിരുന്ന സ്ഥാനത്ത് 2025 അത് 4,515 കുറഞ്ഞു എന്നതാണ് വസ്തുത. കാനഡയുടെ കർശന നിലപാട് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂട്ടനിഷേധങ്ങൾക്ക് പിന്നിൽ കനേഡിയൻ സർക്കാർ പ്രധാനമായും 2 കാരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, തട്ടിപ്പുകൾ തടയുക എന്നതാണ്. വിദ്യാർത്ഥി വിസയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾ, വ്യാജരേഖ ഉപയോഗിച്ചുള്ള അപേക്ഷകൾ, യഥാർത്ഥത്തിൽ പഠനം ലക്ഷ്യമില്ലാത്തവരുടെ കടന്നുവരവ് തടയുക എന്നതാണ് ഒരു ലക്ഷ്യം. കാനഡയിലെ ചില കോളേജുകൾ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി നൽകുന്ന ഉറപ്പുകളിൽ വാസ്തവമില്ലായ്മയുണ്ടെന്ന കണ്ടെത്തലുകളും ഈ നടപടിക്ക് കാരണമായിട്ടുണ്ട്. ഈ തട്ടിപ്പുകൾ പലപ്പോഴും വിദ്യാർത്ഥികളെ കാനഡയിലെത്തിച്ച ശേഷം ദുരിതത്തിലാക്കുന്നു. രണ്ടാമത്തെ കാരണം, താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നത് കാനഡിയൻ സർക്കാരിൻ്റെ ലക്ഷ്യമാകുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാനഡയിലേക്ക് താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇതവിടുത്തെ ഭവന വിപണിയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും സമ്മർദ്ദമുണ്ടാക്കി. പ്രധാന നഗരങ്ങളിൽ വാടക കുതിച്ചുയരുകയും പൊതുസേവനങ്ങളിൽ തിരക്ക് കൂടുകയും ചെയ്തു. ഈ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പെർമിറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ കാനഡ തീരുമാനിച്ചു. വിദ്യാർത്ഥി വിസകൾക്ക് കോട്ട ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളത്. കാനഡയുടെ ചില പ്രോവിൻസുകളിൽ, പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ഭവനങ്ങളുടെ ദൗർലഭ്യം രൂക്ഷമാണ്. താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നത് വഴി നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ പൗരന്മാർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യവും കാനഡയ്ക്കുണ്ട്. കാനഡയുടെ ഈ കർശന നിലപാട് സ്വാഭാവികമായും ഇന്ത്യൻ വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു എന്ന ചൊല്ലുപോലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ വൈവിധ്യവൽക്കരിക്കുകയാണ്. പ്രധാനമായും ജർമ്മനി ഒരു ശക്തമായ ബദലായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു കാരണം സൗജന്യമായ വിദ്യാഭ്യാസമാണ്. പല ജർമ്മൻ യൂണിവേഴ്സിറ്റികളും ട്യൂഷൻ ഫീസ് ഈടാക്കുന്നില്ല. ഇത് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. ഒപ്പം മികച്ച സാങ്കേതിക വിദ്യാഭ്യാസവും മറ്റൊരു ഘടകം. അതായത് എഞ്ചിനീയറിംഗ്, ടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ ജർമ്മനിയുടെ ആഗോള പ്രശസ്തിയാണ് കാരണം. കൂടാതെ പോസ്റ്റ് സ്റ്റഡി വർക്ക് ഓപ്ഷനുകൾ, അതായത് പഠനശേഷം ജോലി തുടരാനും യൂറോപ്പിൽ തുടരാനുമുള്ള അവസരങ്ങൾ. ഇതുകൂടാതെ UK, ഓസ്ട്രേലിയ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ PR സാധ്യത എന്നതിലുപരി പണത്തിൻ്റെ ലഭിക്കുന്ന മൂല്യം, വിദ്യാഭ്യാസ നിലവാരം, വിസ ലഭ്യത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. വിദ്യാഭ്യാസ വിസ നിഷേധിക്കുന്നത് തട്ടിപ്പുകൾ തടയാനും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണെന്ന് കാനഡ വിശദീകരിക്കുന്നു. അത് ന്യായമാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകും. വിദേശ വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് കൊണ്ടുവരുന്ന പണം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ്. കൂടാതെ കാനഡയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാനും കുടിയേറ്റം ഒരു പ്രധാന മാർഗമാണ്. വിസ നിഷേധം തുടർന്നാൽ വൈവിധ്യമുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് നിലയ്ക്കും. ഇത് ദീർഘകാല സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. ഈ പ്രതിസന്ധി ഇരു രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ വിദ്യാഭ്യാസ ഏജൻസികളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതേസമയം കാനഡ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സുതാര്യമായ ഒരു കുടിയേറ്റ നയം രൂപീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിലേക്കുള്ള പ്രവേശനം കൂടുതൽ ദുഷ്കരമായ ഈ കാലഘട്ടം ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചന നൽകുന്നു. ഇനി പഠനത്തിനും കുടിയേറ്റത്തിനും വേണ്ടി ലോകത്തിൻ്റെ മറ്റു കോണുകളിലേക്ക് തിരിയേണ്ടി വരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥി സമൂഹത്തെയാകും നാം കാണുക. കാനഡയുമായി ബന്ധപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കുടിയേറ്റ ഭൂമികയുടെ മാറ്റങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട്. കാരണം വിദേശ വിദ്യാഭ്യാസം എന്നത് വലിയൊരു നിക്ഷേപവും ഒരു തലമുറയുടെ സ്വപ്നവുമാണ്. ജാഗ്രതയും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനം കാനഡ അല്ലെങ്കിൽ ജർമ്മനിയാകട്ടെ, ആ സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കും.